ഒരു രക്ഷയില്ല അജ്ജാതി പോനെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് രാജു ഫാൻസാണ്. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന വൈശാഖിന്റെ സംവിധാനത്തിലുള്ള ഖലീഫ ഇന്ന് റിലീസായിരിക്കുകയാണ്. എല്ലാവരും ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സിനിമ കാണാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഇവരുടെ പ്രതികരണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നോ? ഒരു ആവറേജ് അല്ലാണ്ട് അങ്ങനെ വലിയ സെറ്റപ്പൊന്നുമില്ല. കാമിയൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. പൃഥ്വി ഓണം തൂക്കും, സംശയമില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെ ഉണ്ടായിരുന്നു? എൻഡിങ്ങില് നൈസായിരുന്നു. എബോ ആവറേജ് അത്രേ ഉള്ളൂ. എബോ ആവറേജ്. മാസ് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാസം എന്ന് പറയുന്ന നേരത്ത് വെറും കുറച്ച് സീക്വൻസ് മാത്രം, ഒന്നുമില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു. ഒരു രക്ഷയില്ല അജ്ജാതി പോനെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് രാജു ഫാൻസാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? പീക്ക് പടം. ആണോ? പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംബാക്ക്. ഇപ്പം രാജുവേട്ടൻ്റെ ഇപ്പം 2 പടം തിയേറ്റർ അത് സക്സസ് ആയില്ലല്ലോ. അതിനുശേഷം ഒരു പീക്ക്. ഭയങ്കര എന്താ പറയുക, രോമമൊക്കെ പൊങ്ങിയിരിക്കും. ഭയങ്കര ഗൂസ് ബംസ് ഉണ്ട്. എന്താ പറയാ, ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം. ഓണം തൂക്കി പടം. ഓണം തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി. ഒന്നുമില്ല. ഇമോഷണൽ സീൻസ് എങ്ങനെയാണ്? ഇമോഷൻ സീൻസ് എല്ലാം, ഇമോഷൻ സീൻസ് ഉണ്ട്, ആക്ഷൻ സീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് പടത്തിൽ. അബ്സല്യൂട്ട് പടമാണ്, ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടാനില്ല പടത്തിൽ. സത്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഇനിയിപ്പോ ഒന്നുകൂടെ വരണം. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ മാസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ BGM അങ്ങനത്തെ കൊള്ളാം. പിന്നെ കഥ ക്ലീശയാണ്. ഇമോഷണൽ സീൻസ് ഒക്കെ അതൊന്നും അത്ര കണക്ട് ആയില്ല. മാസമുണ്ട്, നല്ല രീതിയിലുണ്ട്. ഇത്ര പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെങ്കിൽ കൊള്ളാം, അടിപൊളി പടം. അതിലും പ്രതീക്ഷയ്ക്ക് മുകളിലാണ്. ഇമോഷണലായിട്ട് നല്ലതായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ മാസം ഓണം തൂക്കിയ പടം തൂക്കി, കുഴപ്പമില്ല, സെറ്റാണ് പടം. കൊള്ളാം. ഈ ജസ്റ്റ് ആവറേജ് ആണ്, പക്ഷെ കണ്ടിരിക്കാം, അങ്ങനെ മോശമൊന്നുമില്ല. പൃഥ്വിരാജിന്റെ മാസ് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം, പക്ഷെ ഏറ്റിട്ടില്ല. ഏകദേശം അതൊക്കെ പോലെ തന്നെ. പക്ഷെ കുഴപ്പമില്ല, എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ നോക്കാം. നല്ല സിനിമയാണ്. ലൈക്ക് നല്ല സിനിമാറ്റോഗ്രഫി, സോങ് പ്ലേസ്മെൻ്റ് ഒക്കെ പക്കയാണ്. പിന്നെ രാജുവേട്ടൻ്റെ സ്വാഗ് അടിപൊളി, സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ സാധനം കൂടി ഉണ്ട്, അത് ഭയങ്കര സസ്പെൻസ് ആയിട്ട് അവർ വെച്ചേക്കാം. അത് അടിപൊളിയാണ്. രാജുവേട്ടൻ ഞാൻ കാത്തിരുന്ന ഒരു ആക്ഷൻ പടം, അത്രേ പറയാനുള്ളൂ.